എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഡയറക്ഷൻ ടീമിന്റെ കൂടെയുള്ള വർക്ക് കാര്യങ്ങള് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ഷൻ ടീമിന്റെ ആക്ടേഴ്സുമാണ് ഡയറക്ഷൻ ടീമിന്റെ പല ബേസിക്കലി എന്താണെന്നറിയോ നമ്മളൊരു ഒരു എങ്ങനെയാണ് പറയേണ്ടത് ഒരു ടീം ഡിസ്കഷനിലൂടെ ബേസിക്കലി നമ്മൾ നമ്മളുടെ ജോലി മാത്രം ചെയ്യാതെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി ചെന്ന് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രശാന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടി ആയതുകൊണ്ട് ഇത് ഭയങ്കര ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇത് പുറത്ത് വരണം ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പ്രയാഗാണ് ഇതിന് DO പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ഓക്കെ റീത്ത് VFX ഓക്കെ വർക്കിംഗ് മ്യൂസിക് ഇഷ്ടപ്പെട്ടോ? പലപ്പോഴും എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനെ മാത്രം ആണല്ലോ നിങ്ങളും വന്ന് കവർ ചെയ്യാറ്. പക്ഷെ നമ്മളൊക്കെ ജസ്റ്റ് അഭിനയിക്കാൻ മാത്രമാണ്. ഇവരാണ് ആക്ച്വലി പറഞ്ഞ ഇതിന്റെ മെജോറിറ്റി ഓഫ് ദ വർക്ക് ചെയ്യുന്നത് ഡേ ഇൻ ആൻഡ് ഡേ നൈറ്റ്. ശാന്തിൻ്റെ അടുത്ത് വന്ന് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പം ഇതെങ്ങനെ വരും, കാരണം നമ്മളിപ്പം ഇതിൻ്റെ ഒരു കഥ കേൾക്കണം എന്നൊക്കെ മനസ്സിലായില്ല, നമ്മളിത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നറിയില്ല. അതിന് ഇത്രയും നമ്മൾ വിചാരിച്ച കൃഷാന്തിന്റെ മനസ്സിലുള്ള ഇമേജ് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ബാക്കി എല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിനിമ എടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഹ്യൂമറും കോമഡിയും ഒക്കെയാണ്. പല ഏജ് റേഞ്ചിലുള്ള ആൾക്കാരോട് വന്നു, അവരൊക്കെ ചിരിച്ചു, അവർക്കൊക്കെ സിനിമ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പിന്നെ മലയാളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സൈബർ പങ്ക് സ്പേസിൽ ഒരു സിനിമ വരുന്നത്, അതൊരു കൊമേഴ്ഷ്യൽ സിനിമ വരുന്നത് എന്നുള്ളതിൽ ഞാൻ അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇനി അങ്ങനെ ഒരു സിനിമ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി അത് സ്വീകരിക്കേണ്ടത് ഓഡിയൻസ് ആണ്. നല്ല സിനിമ എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ, ഇത്തവണ സ്വീകരിക്കുന്നത് വിശ്വസിക്കുന്നു. ഭയങ്കര അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും കാണണം. ആൻഡ് അമേസിംഗ് പെർഫോമൻസ്. എനിക്കൊന്നും പറയണ്ട, 2046 നമുക്കിങ്ങനെ കാണിച്ചു തരുമല്ലോ എന്തൊക്കെയോ. ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞാനിത് സെക്കൻഡ് ടൈമാണ് കാണുന്നത്. പ്രീമിയറിന് കണ്ടു, എന്നും കണ്ടു. ഫസ്റ്റ് ടൈം കണ്ടതിന് കഴിഞ്ഞ് കൂടുതൽ ലെയർ ഇന്നത്തെ ദിവസം കണ്ടപ്പോൾ കിട്ടി. നമുക്ക് ഒത്തിരി ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ആൻഡ് പെർഫോമൻസ് അമേസിംഗ്. ശരിക്കും നമ്മൾ ആ തിയേറ്ററിൽ കണ്ടാലാണ് ആ തിയേറ്ററിന്റെ ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ മേ ബി നമുക്ക് ഓഡിറ്റീവ് അവൈലബിൾ ആയിരിക്കും, പക്ഷേ തിയേറ്ററിൽ കണ്ടാലാണ് കംപ്ലീറ്റ്ലി രജിഷയുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടുണ്ട്. രജിഷയുടെ മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന രഞ്ജും ബാക്കി എല്ലാവരും, ശ്രീനാഥുണ്ട്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ മൊത്തം ഒരു പുതുമയുള്ളൊരു പരിപാടി. യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ് പണ്ട് ഇന്റർനാഷണൽ ആണ്, അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഇനി വരുന്ന പടങ്ങളിൽ അതുപോലത്തെ ക്വാളിറ്റി വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നതായിരിക്കും. ഈ സിനിമ ഇപ്പൊ എല്ലാവരും വന്ന് കണ്ട് ഇതിനെ വൻ വിജയമാകുമ്പോൾ അടുത്ത പടമായിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. അതിനകത്ത് വേറൊരു വിഷ്വലൈസേഷന് നിങ്ങൾ എല്ലാവരുടെയും കിളി പറക്കുന്ന വേറൊരു സാധനമായിരിക്കും. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നൊരു കോമൺ ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴാണല്ലോ ശരിക്കും ഉള്ള ഒരു റെസ്പോൺസ് അറിയുന്നത്. അപ്പം ടീം ഫുൾ ഹാപ്പിയാണ്, ഫുൾ കയ്യടിയും ചിരിയൊക്കെ ആയിരുന്നു. തിയേറ്റർ ഫുൾ ആ ഒരു എനർജി കിട്ടി. പിന്നെ ആൾക്കാർ ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്നുമുണ്ട്. കാരണം ഒരേ സമയം നമ്മളെ കുറച്ചും കൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു, ഞാൻ സ്പോയിലർ ആവുന്നില്ല, അപ്പം ഭയങ്കര മിക്സഡ് ഇമോഷൻസ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം എസ്പെഷ്യലി ഇന്നത്തെ ഷോ എന്ന് പറയുന്നത് പ്രീമിയർ പോലെയല്ല, നമ്മളെ കോമൺ ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോൾ അപ്പോൾ ഒരു അടിപൊളി ദിവസമാണെന്ന്. അല്ല, അത് ഇപ്പം നമ്മൾ ചെയ്ത പടത്തെ കുറിച്ച് നമ്മൾ തന്നെ തള്ളുന്നത് ശരിയല്ലല്ലോ. പക്ഷെ പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു വീക്കെൻഡ് സിനിമ എന്നുള്ളതിനെക്കാട്ടിലും ഒരു പുതിയ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഇന്നാണ് ഫുൾ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ മനഃപൂർവ്വം കാണാണ്ടിരുന്നതാണ്, കാരണം എനിക്ക് ആ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് മിസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഐ ഹാഡ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രശാന്ത് ഇത് തിയേറ്റർ ഫിലിം ആണെന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പടം കാണുമ്പോൾ മനസ്സിലാവും. ചിരിക്കാം, ഒരുപാട് ചിരിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു എൻറ്റയർലി ഒരു പുതിയ സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ മലയാളം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കുറച്ച് തള്ളുന്ന പോലെ എനിക്ക് തോന്നുന്നു, ഐ എം വെരി സോറി. പക്ഷേ നിങ്ങൾ കണ്ടു വാച്ച് ദ ഫിലിം. ഹ്യൂമറിന് ആളുകൾ കൈയടിക്കുകയും ചില സീക്വൻസസിന് കൈയടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇറ്റ് വാസ് വർത്ത് ദി എഫേർട്ട്.
അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിനെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധൈര്യം വരികയാണ്. ലൈക്ക് ദേ ആർ ഓപ്പൺ ടു സച്ച് തിങ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ വിജയമായി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് സിനിമകൾക്ക് പുതിയ പരിപാടികൾക്കുള്ളൊരു ഒരു ഗ്രാൻഡ് അരേന ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ പേഴ്സണലി വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഒരു എൻജോയ് ചെയ്യാൻ പറ്റും, ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല റെസ്പോൺസ് ആണ്. ഭയങ്കര സ്വന്തം. കാരണം നമ്മുടെ എക്സ്പോഷർ അത്രയല്ലേ. നമ്മളിപ്പോൾ കാണുന്ന പടങ്ങളെല്ലാം, ഇപ്പോൾ നമ്മൾ എല്ലാ പടങ്ങളും കാണുന്നുണ്ട്, വെളിയിലുള്ള എല്ലാ പടങ്ങളും ഇവിടെ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാമായിരുന്നു ഇത് നമ്മുടെ എന്തായാലും ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പം അതിപ്പം നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സും എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ ഭയങ്കര സന്തോഷം. സന്തോഷം. നിശാന്തിനൊരു മൂവിയിലൊരു ഭാഗമാകാൻ പറ്റിയതിന് വലിയ കാര്യം. അപ്പം ഇവിടെ ഉള്ള ഒരു വലിയൊരു അറ്റംപ്റ്റ് തന്നെയാണ് സൈഫൈ മൂവി. പക്ഷേ ഫുൾ കോമഡി ഒക്കെ ആയിട്ട് ചിരിയൊക്കെ കിട്ടുമ്പം അത് ലൈവായിട്ട് കേൾക്കാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ ഇതിൽ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിയാലും അവർ ഇന്നേ ലൈഫ് ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെ അപ്രോച്ച് റിസ്ക് എലമെന്റ് ആണ്. ആ ഒരു ടെൻഷൻ ഇപ്പോൾ മാറിയോ? അല്ല, എപ്പോഴും റിസ്ക് തന്നെയാണല്ലോ, എല്ലാം എപ്പോഴും ടെൻഷനുണ്ട്. പക്ഷെ കൃഷാന്തിന്റെ കയ്യിലായതുകൊണ്ട് വി ട്രസ്റ്റ് ഹിം. അങ്ങനെ